നമസ്കാരം. ആര്യ പാർവതി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പാലുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്ന വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പാലു രാവിലെ എഴുന്നേറ്റു, ഞാൻ എക്സസൈസ് ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് നേരം വന്ന് എന്തൊക്കെയാണ് എനിക്ക് കൈവേദനയാണ്, കുറച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് പിന്നെ ഞാൻ വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെ വന്ന് നിന്നു, അതിനെ സഹായിച്ചൊക്കെ തന്നു. ഇനിയിപ്പോൾ പാലിനെ ബ്രഷ് ചെയ്യിപ്പിക്കണം, പാലിനെ കുളിപ്പിക്കണം, പാലിന് 9:30 ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ വിടണം. അതാണ് രാവിലത്തെ. പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ പാല് ഉറങ്ങുന്ന വരെയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ്. പാലിന് എന്താണ് കൊടുക്കുന്നത് അതെല്ലാം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ പാലിനെ ബ്രഷ് ചെയ്യിപ്പിച്ച് പാലിനെ റെഡിയാക്കി സ്കൂളിൽ വിടാം. അപ്പോൾ രാവിലെ പാലിനെ ബ്രഷ് ചെയ്യിക്കുക. പാലു ബ്രഷൊക്കെ ചെയ്ത് വന്ന് ഇപ്പോൾ പാലിന് എല്ലാ ദിവസവും ഞാൻ ഒരു 5-10 മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ വെള്ളത്തിട്ട് രാവിലെ അത് കൊടുക്കും. അപ്പോൾ പാലു ബ്രഷൊക്കെ ചെയ്ത് തന്നെ അത് കഴിക്കാൻ പോവാണ്. ഒരു ദിവസം ഒരു ബദാം കൊടുക്കും രാവിലെ. ചവച്ച് കഴിക്കും. അതാണ് രാവിലെ. ഇനി ഇത്തിരി വെള്ളവും കൂടെ കുടിക്കും. പിന്നെ ഒരു പോണേൻ്റെ സമയമാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ഗ്ലാസ് പാലും കുടിച്ച് പോകും. അതാണ് രാവിലത്തെ റൊട്ടീൻ. പാലും ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതും. പാലിന് പിന്നെ എവിടെ ഇരുന്നാലും ഫാൻ വേണം. ഒരു സെക്കൻഡ് ഫാൻ ഇല്ലാതിരിക്കില്ല. ഏത് റൂമിൽ പോയാലും ആദ്യം ഫാനും ലൈറ്റ് വരും. എവിടെ ഇരിക്കുമ്പോഴും ഭയങ്കര ചൂടാന്നാ പറയണം പുള്ളിക്ക് എപ്പോഴും. ഇപ്പൊ പാലും കുളിയെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി പാലിന് ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് വേണം വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ റെഡിയാവും നമ്മളെ കൊണ്ടുവിടാൻ. അപ്പൊ കൊണ്ടുവിടാൻ പോകുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൈ പിടിച്ച് ഫോൺ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാല് കുളി കഴിഞ്ഞ് വന്ന് ഉടുപ്പൊക്കെ ഇട്ട് ഇനി ഇത് ദോശ ഉണ്ടാക്കണം. അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ദോശ ഉണ്ടാക്കി ചൂടോടെ തന്നെ ദോശ ചുട്ടു കൊടുക്കുന്നത്. ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാതാണ്. വെള്ളച്ചമ്മന്തി, അത് എരിവില്ലാതെ ചമ്മന്തി. ഇത് ദോശ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് അടതട്ടി എന്നാണ് പറയുക. രാവിലെ തലേദിവസം അരയ്ക്കാനിട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് അരച്ചുണ്ടാക്കണ. അപ്പോൾ ഇതിനകത്ത് പച്ചരി, ഉഴുന്ന്, ചെറുപയർ, പരിപ്പ്, ഉലുവ, കായം, ഉള്ളി, ഒരു 2 കൊല്ലമുളകും കൂടെ ഇട്ടിട്ട് രാവിലെ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്ന ദോശയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതിങ്ങനെ ഇത്രയും ലൂസായിട്ടല്ല, തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് മറ്റേ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇങ്ങനെ കോരി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് ഓരോ കഷ്ണമായിട്ട് വെള്ളയപ്പമൊക്കെ ഈ കിണ്ണത്തപ്പമൊക്കെ തന്നെ പോലെ. അപ്പം ഞാൻ പാലിന് കൊടുക്കാൻ വേണ്ടി ഇത് ഇത്തിരി ലൂസായിട്ട് ദോശ ഇത് ചൂടാകട്ടെ. അപ്പോൾ ഇനി ഇത് ചുട്ടിട്ട് ഇതും ചമ്മന്തിയാണ് പാലിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയിൽ സാധാരണ ഞാൻ നെയ്യ് ഒഴിക്കാറുണ്ട് പാലിന്. ഗീർ പശുവിൻ്റെ നെയ്യ് വൈക്കത്തൊരു ഫാമിൽ ഞാൻ മേടിച്ചോണ്ട് വന്നാണ്. ഇത് കണ്ട കുറേശ്ശെ മേടിക്കുള്ളൂ, ഒത്തിരി വാങ്ങില്ല. ഇത് ഗീർ പശുവിൻ്റെ നെയ്യാണ്, നല്ലതായത്. അപ്പോൾ ഇത് മറിച്ചിട്ട് അധികം മുരിക്കൂല. ഇതിൻ്റെ ആ ഗുണം കിട്ടണമെങ്കിൽ ഒത്തിരി മുരിഞ്ഞു പോയാൽ അതിൻ്റെ ഒന്നും ഇത് കിട്ടില്ല എന്നാണ് പറയുക. ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം വെച്ചിട്ടുണ്ട്. എരിവില്ലാതെ അരമുറി പച്ചമുളക് മാത്രം ഇട്ടിട്ട്. ചെറിയ എരിവൊക്കെ അവൾ സഹിക്കും. ഒത്തിരിയൊക്കെ ഞാൻ എരിവൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചാലാണ്. ചെറിയ എരിവൊക്കെ അവൾക്ക് കുഴപ്പമില്ല. സൂപ്പറാണ്.
സൂപ്പറാണോ? ആ കഴിച്ചോട്ടാ. കൊണ്ടുവരുന്ന ബാഗ്, ഇത് കുഞ്ഞു ബാഗ്. അപ്പം പാലുവിന് സ്കൂളിൽ നിന്ന് തന്നെ യൂണിഫോമും ബാഗും വന്നിട്ടില്ല, പാലുവിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്ത ദിവസം കിട്ടുമെന്ന് പറഞ്ഞു. കാരണം ആദ്യം പോകുന്നത് മേടിച്ച കുഞ്ഞു ബാഗായത്, ആര്യ വാങ്ങിപ്പിച്ചായത് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം എല്ലാം കൂടെ കൊള്ളൂല. അവർക്ക് 2 ഡയപ്പർ, ടർക്കി, ഡ്രസ്സൊക്കെ കൊടുത്തു വിടണം. അപ്പം ഞാനിങ്ങനെ എന്താ ഒരു ജോഡി ഡ്രസ്സ്, ടർക്കി, ഇത് ഞാനിങ്ങനെ ഒരു കവറിലാക്കിയിട്ട് വെക്കും. അല്ലെങ്കിൽ അവളുടെ സ്നാക്സും വെള്ളമൊക്കെ കൂടെ വയ്ക്കുമ്പോൾ വീണ് നനഞ്ഞാലെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വയ്ക്കുക. ഇതിപ്പോൾ ചെറിയ ബാഗാണ്. അപ്പം മിസ് പറഞ്ഞ് മേടിക്കണ്ട, വേറെ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇതെടുത്ത് വെക്കണം. പിന്നെ ഒരു ടവല്, പിന്നെ ഇനി വെള്ളവും ഇതും എടുത്തുകൊണ്ട് വരാം. സ്നാക്സ് ഇത് ആര്യ ചേച്ചി മേടിച്ചു കൊടുത്തതാണ് പച്ചുവിനും. ബാലുവിനോട് ഉണ്ടാക്കണത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ ഇത് കൊണ്ടുപോക്കണമെന്ന് പറഞ്ഞത്. വില കൂടിയതാണ് ബോട്ടിലത്. ഇതിൻ്റെ വള്ളിയുണ്ട്, ഞാനത് ഊരി വെച്ച്. പിന്നെ ഇന്ന് പാലുവിന് കൊടുത്തില്ല. പാലുവിന് അങ്ങനെ വറുത്തതും ഇതൊന്നും ഇഷ്ടമല്ല. കൊടുത്തു വിട്ടാൽ തന്നെ ഞാനിവിടെ തന്നെ ഈ പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ തിരിച്ചു കൊണ്ടുവരും, കഴിക്കില്ല. അപ്പോൾ മിസ് പറഞ്ഞാൽ കൊടുത്തു വിട്ടോ, കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് 2-3 കാഷ്യൂനട്ടും, അത് ഞാൻ കാഷ്യൂനട്ടൊക്കെ എനിക്ക് ഒരെണ്ണമായിട്ട് കൊടുക്കാൻ പേടിയാണ്. ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു വിടും. 2-3 മതി. അവൾ ഇച്ചിരി കഴിക്കുള്ളൂ, ചിലപ്പോൾ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരും. മിക്കവാറും അങ്ങനെയാണ്. പിന്നെ എല്ലാ കുട്ടികളും കഴിക്കുമ്പം അവൾ കഴിക്കാതിരിക്കുമോ എന്നുള്ള പേടി കൊണ്ട്, നോക്കിയിരിക്കുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തു വിടണം. അപ്പോൾ പാല് ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഇച്ചിരി പാലും കൂടെ കുടിച്ചിട്ട് ഞാൻ സ്റ്റേജ് 4 ആണ് കൊടുക്കുന്നത്. രാത്രിയിലും കിടക്കാൻ നേരത്തും കൊടുക്കും, രാവിലെയും കൊടുക്കും. കുടിച്ചിട്ടാണ് പോകുന്നത്. പാലിന് ഞാൻ പാലും കുപ്പിയിലാണ് പാല് കൊടുത്തോണ്ടിരുന്നത്, സ്റ്റീലിൻ്റെ കുപ്പിയിലാണ് കൊടുത്തോണ്ടിരുന്നത്. അന്നേരം അതെനിക്ക് തോന്നി പാലിന് പല്ല് പൊങ്ങണ പോലെ കുപ്പി ഇങ്ങനെ. അപ്പോൾ ഞാൻ പിന്നെ ഗ്ലാസ്സിലാക്കി പാല് കൊടുക്കണത്. അപ്പോൾ അവൾ അത് പഴക്കില്ലാതെ കുടിക്കും. അത് കാരണം ഇപ്പോൾ രാത്രിയിലും എപ്പോഴും പാല് കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും ഒക്കെ ഗ്ലാസ്സിലാണ് കൊടുത്തോണ്ടേ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെ നിർത്തി പാലും ഗ്ലാസ്സിൽ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കൊടുത്ത അപ്പോൾ തന്നെ പിന്നെ ഗ്ലാസ്സിൽ കുടിക്കാൻ തുടങ്ങി. നേരത്തെ ഞാനിങ്ങനെ കുടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണതിന്, അപ്പോൾ തന്നെ കുടിച്ചോളൂ. പിന്നെ പാലിനൊരു പ്ലസ് ഉണ്ട്, നമ്മൾ എന്തും പാലിൻ്റെ ശീലങ്ങളെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കില്ല പാല്. അത് നമുക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട്. ഇനി ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം ഇനി സ്കൂളിലേക്ക് പോണ വീഡിയോ നമുക്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇനി പാല് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വന്നിട്ട് കാണാം. പാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പാലിന് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള കൂട്ടാനും വെക്കുകയാണ്. അപ്പോൾ ഇന്ന് കൂട്ടാൻ ക്യാബേജ് തോരനും തക്കാളി കൂട്ടാനും. അപ്പോൾ തക്കാളി കൂട്ടാനും ക്യാബേജ് തോരനൊക്കെ അവൾ ഇച്ചിരിയൊക്കെ കൂട്ടി കഴിക്കും. അതുകൊണ്ട് അധികം എരിവില്ലാതെ ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാബേജ് കരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ള കളറിലാണ് തോരൻ വെക്കണം കേട്ടോ. അപ്പോൾ ക്യാബേജും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊന്നും ചേർക്കില്ല, വെള്ള കളറിലെ തോരൻ. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഈ പാവയ്ക്കായാലും ക്യാബേജൊക്കെ മേടിച്ചാലും വെള്ള തോരൻ വയ്ക്കണം. അപ്പോൾ അതിനകത്തൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക്, സബോള, ക്യാബേജ്, തേങ്ങ, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ കടുവറുത്ത് അതൊക്കെ തോരനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പാലിന് ഇന്ന കൂട്ടാനാണ് ഇന്ന് കൊടുക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് മാത്രം. കടുവറുത്തിന് ഇപ്പം ഇതിലേക്ക് നമ്മുടെ തോരൻ റെഡിയായി. തക്കാളി കൂട്ടാനാണ്. അപ്പോൾ ഒരു 2 കഷ്ണം മുരിങ്ങയ്ക്ക, കൊച്ചുള്ളി ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക്, തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ഇവിടെ വെച്ചിട്ട് തേങ്ങ അരച്ച് വയ്ക്കുന്ന തക്കാളി കൂട്ട. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇങ്ങനെ ഒന്നും പറയാത്തത്. പിന്നെ പാലുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പാലുവിന് ഈ കൂട്ടാനാണ് കൊടുക്കുന്നത്. പാൻ വെച്ചു, ഒരു ശകലം വെളിച്ചെണ്ണ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ കടുക് വറുക്കാം. കൂട്ടാൻ വെക്കണം ഞാനിങ്ങനെയാണ്, കടുക് വറുത്തിട്ട് അതിലേക്ക് ഇടുക ചെയ്യുക.
കടുക് പൊട്ടി 2 വറ്റൽമുളക്. കരിവേപ്പില ഇല്ല കേട്ടോ, ഞാൻ കടയിൽ നിന്ന് അങ്ങനെ കരിവേപ്പില എടുക്കില്ല. വീട്ടിൽ അമ്മയൊക്കെ പോകുമ്പോൾ അവിടെ നിന്നാണ് കൊണ്ടുവരാറ്, കടയിൽ നിന്ന് അധികം മേടിക്കാറില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി, കൊച്ചുള്ളി, മുരിങ്ങക്കോയും പച്ചമുളകും ചേർത്ത്. വാടുമൊന്നും വേണ്ട. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണ്ട, പച്ചമുളകിൻ്റെ എരിവ് മാത്രം. ഉപ്പ്. ഇത് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്നും വേണ്ടത് വേകട്ടെ. ഹൈ ഫ്ലെയിമിലിട്ടേക്കാണ് കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ തക്കാളി ഇത് വേകുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര കാറ്റും മഴയായിരുന്നു. അപ്പം ഞാൻ നേരത്തെ അരച്ച് വെച്ച് കറണ്ട് പോയാലോ വെച്ചു. പിന്നെ അതൊന്നുമില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ, നല്ല വെണ്ണ പോലെ അരച്ച തേങ്ങ മാത്രമേ ഉള്ളൂ. ഒന്നും ചേർത്തില്ല. കരിവേപ്പില ഉണ്ട്, കരിവേപ്പിലയും കൂടെ ചേർത്ത് ഞാൻ അരയ്ക്കാറുണ്ട്. വേറെ ഒന്നുമില്ല, ഇത് മാത്രം ചേർത്ത് അരച്ച് വെച്ചേക്കണം. ഇതിന് വേകുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കും, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിമ്പിൾ കറി. അപ്പം നമുക്ക് ഇതിന് തുറന്നു നോക്കാം, വെള്ളം വറ്റി വെന്തോന്നും. അതിക്കൊന്നും അധികം വേവില്ലല്ലോ. അപ്പം മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അല്ല, ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ അരച്ച് വെച്ചേക്കണ തേങ്ങ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കരിവേപ്പില ഉണ്ട്, കരിവേപ്പിലയും കൂടെ ചേർത്ത് അതിൻ്റെ ചേർത്ത്. ഇച്ചിരി സിമ്മിലിട്ടുണ്ട്. ഇതൊന്ന് ജാറ് കൂടെ കഴുകി ഒരു തുള്ളി വെള്ളം ഇതിനകത്തോട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാനാട്ടോ ഇത്. തക്കാളി കൂട്ടാനും ക്യാബേജ് തോരനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അമ്മ ചോദിക്കും എന്ത് വെച്ച് വയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന കറിയാണ് ഈ തക്കാളി കൂട്ടാനും ക്യാബേജ് തോരനും. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചേട്ടന് ഇഷ്ടമാണ്, ആര്യയ്ക്ക് ഇഷ്ടമാണ്. ഒരു ശകലം ഉപ്പും കൂടെ വേണം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ നിസ്സാര കറിയല്ലേ, അപ്പോൾ അറിയുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒത്തിരി ആയിട്ട് പറയാം. പിന്നെ ഇന്നത്തെ ഭക്ഷണം എന്നാന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റായത്. ഇച്ചിരി അച്ചാറും ഒരു കൊണ്ടാട്ട മുളകും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളം. ഇതൊന്നും എൻ്റെ പച്ചച്ചോ അരപ്പിൻ്റെ ഇത് മാറിക്കഴിഞ്ഞാൽ നിർത്താം. അടച്ചു വെച്ചിട്ടുണ്ട് ഒരു 2 മിനിറ്റ്. അപ്പോൾ നമ്മുടെ തക്കാളിക്കൂട്ടാൻ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്കൂട്ടാൻ കറക്റ്റായി ഇല്ല. ഓക്കെ, തിരിച്ചാറ് ഇച്ചിരി കുഴമ്പ് പോലെ. ഇനി നമ്മുടെ തക്കാളിക്കൂട്ടാനുമായി ഇത് വെച്ചിട്ട് ഇത് നിർത്തി. ഇനി നമുക്ക് പാലുവിനെ വിളിക്കാൻ പോകാം, കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ ഡ്രസ്സ് മാറി അവിടെ പോയി വിളിച്ചിട്ട് വരാം. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാൻ ചുരിദാറൊക്കെ മാറി ഇത് ഒന്നും സമ്മതിക്കണില്ലെന്ന് അറിയില്ല. അപ്പോൾ പാല് കൊണ്ടുപോയി ബാഗ് ഉണ്ട് തരാതിരിക്കുകയാണ് പാല്.
കഴിച്ചിട്ടില്ല. ഇത് പാലിൻ്റെ വെള്ളം. കുടിച്ചോ, വെള്ളം കുടിച്ചോ? കുടിച്ചില്ല മൊത്തം. ടർക്കി അതെ. പാലിന്റെ ഡയപ്പർ ഉടുപ്പോ അതെടുക്കണ്ട. പാല് തന്നെ എടുത്തു വെക്കാം. സ്വയം പര്യാപ്തയായി. അത് പാലിന്റെ ഉടുപ്പാ. പാലിന്റെ ഉടുപ്പ് എടുത്തു വെക്കുന്നതാ. ഇത് ഒന്നാമെടുത്താ. എടുത്തു വെച്ചു. പാലിന്റെ വെള്ളം. ഇനി പാലുവിനെ ഇപ്പൊ മേല് കഴിക്കും. മേല് കഴിച്ച് ഉറക്കും. ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് അവൾ ഊണ് കഴിക്കുന്നത്. ഇപ്പൊ മേല് എഴുതാൻ പോകാൻ പാലു. അപ്പൊ പാലു മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നു. ഇനി പാലുവിന് ചോറ് കൊടുക്കാൻ പോവാം. പപ്പടം. പാല് പൊട്ടിച്ചു കൊടുക്കാനാണ്. പാല് കുറേ പപ്പടം കഴിക്കും. അങ്ങനെ ഞാൻ ആദ്യം ഒരെണ്ണമായിട്ടൊന്നും കൊടുക്കൂല, കുറേശ്ശേ കൊടുക്കും. സാധാരണ പാലു അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ കുളിപ്പിച്ചിട്ട് മേല് കഴിച്ചിട്ട് ഉറങ്ങും. അവള് ചിലപ്പോൾ ദിവസം കൂടെ വരുമ്പോൾ തന്നെ വഴിയിലെ വെച്ചതേ വാശിയായിട്ടായിരിക്കും വരണം, ഉറക്കം വന്നിട്ട്. അപ്പം ചില ദിവസം അവള് ഉറങ്ങി എഴുന്നേറ്റിട്ടാ ഊണ് കഴിക്കണേ. ഇന്നിപ്പം ചോറ് വേണമെന്ന് പറഞ്ഞ കാരണം കൊടുത്തതാ. അല്ലെങ്കിൽ ഇത് ചോറ് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞ കാരണം കൊടുത്താലേ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഒരു 2-2:15 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. അപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ നന്നായിട്ട് ചോറുണ്ടു. അപ്പോൾ അത് കാരണം ഇന്ന് ചോറ് ചോദിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ ഇനി ഒരു കുറച്ച് നേരം അതിലെ കൂടി ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ കിടത്തി ഉറക്കി കഴിയുമ്പോൾ ഒരു 2-2:30. ഇപ്പോൾ ഊണ് കഴിച്ചിട്ട് ഉറങ്ങുകയാണ് 2-2:30-3 മണി വരെയൊക്കെ ഉറങ്ങും. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എന്നും കൊടുക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഓറഞ്ചാണ്. ഇപ്പോൾ ഓറഞ്ച് കിട്ടാത്ത കാരണം ഈ ലുലുവിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടിയാലായി, കിട്ടിയില്ലെന്നായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പം ബേബി ഓറഞ്ച് കിട്ടി. അപ്പോൾ അത് കഴിക്കും. ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊടുക്കും. പിന്നെ ചായയും കാപ്പിയും അങ്ങനത്തെ പരിപാടിയൊന്നും പുള്ളിക്ക് കൊടുത്തിട്ട് വലിയ ഇഷ്ടമില്ല. പിന്നെ ഈ വറുത്തതും പൊരിച്ചതും ഒന്നും ഉപ്പേരികളൊന്നും വളരെ താല്പര്യം ഇല്ല. അതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൂടെയൊക്കെ കുറച്ച് നേരം കളിച്ചൊക്കെ നടക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് അതാണ് പാലിൻ്റെ ഒരു ഇപ്പോൾ റൊട്ടീനായിട്ട് നടന്നു പോകുന്നത്. ഇടയ്ക്ക് ഇത്തിരി കുറുമ്പും ഇത്തിരി വാശിയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. ഞാനും കുറച്ച് നേരം കൂടെ ചെന്നിരിക്കും. നിങ്ങൾ കുറച്ച് കഥയൊക്കെ പറയും. അങ്ങനെ അവൾ പടം വരച്ചൊക്കെ എന്നെ കാണിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം കടന്നു പോകണത്. ഇനിയിപ്പോൾ ഭക്ഷണം കൊടുത്ത് അവൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കൊണ്ടുപോയി ഉറക്കും. മോക്കെ ചെല്ലി എഴുന്നേറ്റ് ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ എനിക്ക് വ്യാഴാഴ്ച നോയമ്പാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പൂർണ്ണ എടുക്കാൻ പോയി നാമം ചെല്ലി. അപ്പോൾ ഇനി എനിക്കും പാലുവിനുള്ള അത്താഴം റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അത്താഴം എന്ന് പറഞ്ഞാൽ പാലുവിന് വൈകുന്നേരം റാഗിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് അത് തന്നെ ഇഷ്ടം. നമ്മളോട് അത് റാഗി ഉണ്ടാക്കാൻ പറയും, അല്ലെങ്കിൽ ഇഡലി വേണമെന്ന് പറയും. അപ്പോൾ റാഗി മതി എന്ന് പറഞ്ഞു. അപ്പം റാഗി കൊടുക്കാൻ പോവാ. ഇത്തിരി കട്ടിയിലോ വെള്ളം പോലെയല്ല, കുറച്ചും കൂടെ തിക്കായിട്ട് റാഗി ഒരു നേരം കൊടുക്കും. അപ്പോൾ റാഗിക്കകത്ത് ഇത് ഞാൻ പിന്നെ ബദാം, കാഷ്യൂനട്ട്, വാൽനട്ട്, മറ്റേ ലോട്ടസിൻ്റെ സീഡ്,
ഇത്രയേ ഉള്ളൂ. ഇത്രയും ചേർത്ത് ഞാൻ പൊടിച്ചു വെച്ചേക്കണതാ. ഒരു കുറച്ച് നാളുണ്ടാകും, 2 ടിന്നിലാക്കി ഞാൻ പൊടിച്ചു വെച്ചാണ് ഇത്തിരി. അപ്പം അത് ഇതിൻ്റെ ഒരു 2 സ്പൂണ് ചേർക്കും. ഒരു 3 സ്പൂണ് റാഗി പൊടി, പിന്നെ നമ്മുടെ ചക്കര അത് കുറുക്കിയ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ചേർത്താണ് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് കുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇത് ഞാനെല്ലാം കൂടെ ഇട്ട് കുറച്ച് നേരത്തെ ഡൈലൂട്ട് ചെയ്ത് വെക്കും. ഒരു ഉണ്ടാക്കണ ഒരു 10-20 മിനിറ്റ് മുമ്പ് ഇതുണ്ടാക്കി. ഇതിനകത്ത് റാഗി പൗഡറുണ്ട്, ഒരു 3 സ്പൂൺ റാഗി പൗഡറുണ്ട്, മറ്റേ നട്ട്സുകൾ പൊടിച്ചതിൻ്റെ ഒരു പൊടിയുണ്ട്, നമ്മുടെ ചക്കരയില്ലേ കരിപ്പെട്ടി ഞാൻ പാനി കാച്ചി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അത് തണുപ്പ് മാറി കഴിയുമ്പോൾ അതും കൂടെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കും. ഇതാണ് പാലുവിൻ്റെ ഡിന്നർ. ചില ദിവസം ഞാൻ റാഗി തന്നെ കഴിക്കൂട്ട, ചില ദിവസം. അപ്പോൾ എനിക്ക് ഈ കരിപ്പെട്ടി വലിയ ഇഷ്ടമില്ല, അത് കാരണം അങ്ങനെ കഴിക്കാറില്ല. പിന്നെ വല്ലവർക്ക് കഴിക്കാതെ മിച്ചം വന്നാൽ ശകലം കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഞാൻ ഓർത്ത് നോയമ്പാരണം അരിയുടെ ഒന്നും കഴിക്കാൻ പറ്റില്ല, പിന്നെ ഗോതമ്പ് ദോശ വലിയ താല്പര്യമില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു കോൺ ഇരിപ്പുണ്ട്, അപ്പോൾ സ്വീറ്റ് കോൺ, അതും ഇച്ചിരി ക്യാപ്സിക്കം, സവോളയും ക്യാരറ്റും ഇത്തിരി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്, ഞാൻ പാലിനെ ഗർഭിണിയായിരുന്നപ്പോൾ എപ്പോഴും കഴിക്കുന്നൊരു സാലഡായിരുന്നു. അപ്പം അതുണ്ടാക്കി ഇച്ചിരി ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞു. അത് രണ്ടുമാണ് പാലുവിൻ്റെ എൻ്റെ ഇന്നത്തെ അത്താഴം. അപ്പോൾ നമ്മൾ റാഗി കലക്കിക്കൊണ്ട് വന്നല്ലേ, ഇനി ഞാനിത് കുറുക്കാൻ പോവാണ്. ജംഗ്ഷനിൽ വെച്ചു. ഇത് ഇങ്ങനെ കൈയെടുക്കാതെ കുറുക്കി ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഞാനിത് കലക്കുന്നത്. ഇതിപ്പോൾ കുറുകി നല്ല ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇറക്കി വെക്കാൻ പോവാണ്. ഇറക്കിയെന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ നല്ല അവൾക്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ല തിക്കായി വരും കേട്ടോ. അപ്പോൾ ഇത് ഇറക്കുവാണ്. ഇത് ഓഫ് ചെയ്ത് ഇത് ഇങ്ങനെ ചെറുതായിട്ട് ആറാൻ വയ്ക്കും. അപ്പോഴത്തേക്ക് അവൾക്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഇതാവും. അപ്പോൾ ഇത് അവൾക്കൊരു 7:45 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കും. 8:30 ആകുമ്പോൾ ഞാൻ അവിടെ ഉറക്കാൻ കയറും. 1/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഒരു കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങാം. ഇതിൻ്റെ റാഗി ഉണ്ടാക്കി ഇനി എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ഒരു കുഞ്ഞ് സാലഡ്, അത് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ. അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പാലുവിനെ ഗർഭിണിയായിരുന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളിയാണ് ചേർക്കണ്ട. ഞാൻ വെളുത്തുള്ളി കഴിക്കാത്തതുകൊണ്ട് ഇഞ്ചിയാണ് ചേർത്തേക്കണം. ഒരു ചെറിയ സബോള, 2 പച്ചമുളക്, ഇച്ചിരി സ്വീറ്റ് കോൺ, ഒരു 5-8 10 പിന്നെ പനീറിൻ്റെ പീസും ഉണ്ട്. പാൻ വെച്ച് ഇനി ഇതിനകത്തോട്ട് ഇത്തിരി ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ശകലം മതി. ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചൂടായി ഒലിവ് ഓയിൽ ചൂടായി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് സവോള, ഇതൊന്നും ഒത്തിരി ഇതൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. സബോള ഇപ്പം നല്ല ഒന്ന് സോഫ്റ്റായി വന്ന്, അപ്പോൾ അതിലേക്ക് ക്യാരറ്റ്, പച്ചമുളക് ഇടാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇടാം. ഇത് ഏതെങ്കിലും എല്ലാ കളറും ക്യാപ്സിക്കം കൊണ്ട് ഇടാകട്ടെ. ഇതിൽ പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗ്രീൻ കളറേ ഉണ്ടായിരുന്നുള്ളൂ.
ഇതിനകത്ത് എന്തൊക്കെ ചേർക്കണമെന്നൊക്കെയുള്ള നമ്മുടെ ഇഷ്ടമാണ്. വിശപ്പ് മാറിയെന്ന പച്ചക്കറികൾ ചെല്ലണം. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ഷുഗർ ഉണ്ടായിരുന്നു. മൂത്ത മുളക് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ അത്താഴത്തിന് ഇതാ കഴിച്ചുകൊണ്ടിരുന്നത്. പനീർ വറുത്തിട്ടൊക്കെ ചേർക്കണ്ട. ഞാൻ പിന്നെ അത്രയും ഓയിലിലൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് നുള്ളു മഞ്ഞപ്പൊടി ചേർക്കട്ടോ, ഒരു നുള്ളു. എന്നാൽ ഈ പച്ചക്കറിയിലൊക്കെ വിഷമല്ല. സാലഡിലൊന്നും ആരും മഞ്ഞപ്പൊടി ചേർക്കാറില്ല. ഞാൻ പിന്നെ ഒരു നുള്ളു ചേർക്കുന്നത്. ഇതൊക്കെ നല്ല ഇതുമായിട്ട് നല്ല സോഫ്റ്റായി, ക്യാപ്സിക്കും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്വീറ്റ് കോൺ കൂടി ചേർക്കും. ഇതെല്ലാം നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളച്ചൊവയും എല്ലാം മാറിയിട്ടുണ്ട്. ഫ്രീസറിൽ ഇരുന്നോണ്ട് ഇതിനകത്തോട്ട് ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇത് നോക്കി മതി. എനിക്ക് സ്വതമേ എരിവ് ഇഷ്ടമല്ല. ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ മഞ്ഞപ്പൊടി ചേർത്ത് എനിക്ക് ഈ പച്ചക്കറി ചേർത്തുകൊണ്ടാട്ടോ. സാലഡിലൊന്നും ആരും മഞ്ഞപ്പൊടി ചേർക്കില്ല. ഇത് റെഡിയായി. എനിക്കുള്ള പാലുവിനുള്ള റാഗി എനിക്കുള്ള സാലഡ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ പാലുവിന് ഭക്ഷണം കൊടുക്കട്ടെ. അതിങ്ങനെ റാഗിയൊക്കെ കഴിച്ച് പാല് ഉറങ്ങി പിന്നെ മുഖമൊക്കെ കഴുകി വായൊക്കെ കഴുകി വന്ന് ഇനി പാലുവിന് ഒരു കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നാൻ കൊടുക്കും. നാനും കൂടെ കുടിച്ചിട്ട് പാലുവിനെ ഉറക്കും. അതാണ് പാലുവിൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വഴി ഇപ്പോൾ 9 മണിക്കുള്ളിൽ ഞാൻ പാലുവിനെ ഉറക്കും. ഇപ്പം ഭക്ഷണം കഴിച്ചില്ല. ഇനിയിപ്പോൾ ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പാല് കൊടുക്കും. ഞാൻ കലക്കി കൊടുക്കും. അതും കൂടെ കൊടുത്ത് പാലുവിനെ ഉറക്കും. അതാണ് പാലുവിൻ്റെ ഒരു ദിവസത്തെ ഒരു ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്ന വരെയുള്ള ഇതോടുകൂടി പാലുവിൻ്റെ ഒരു ദിവസം പൂർത്തിയായി. ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ പാല് കൊടുക്കാൻ ഇവിടെ കൂടെ അവൾ കുറച്ച് നേരമൊക്കെ നടക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഭക്ഷണം കഴിക്കും. എന്നിട്ട് പാത്രമൊക്കെ കഴുകി ഉറങ്ങും. അതാണ് ഒരു 10-10:30 ഞാനും ഉറങ്ങും. ഇതാണ് എൻ്റെ ഒരു ദിവസം പൂർത്തിയാകണത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ പാലുവിൻ്റെ ഞാൻ ആദ്യം മുതലേ പാലു ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ എല്ലാവരും പാലുവിന് കൊടുക്കണേ എന്താണ്, പാലു കഴിക്കണേ എന്താണ് എന്ന് കാണിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് ആരെയും ഞാനും 2 സ്ഥലത്തായിരുന്നു വിടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം പാലു എങ്ങനെയാണ് പാലുവിന് തുടങ്ങുന്നത്, രാത്രി വരെ എങ്ങനെയാണ് പാലുവിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയുക. അപ്പോൾ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം നമ്മൾ തൃശ്ശൂർ അതിൻ്റെ ഒരു ബ്രാഞ്ച് പോലെ സബ് ബ്രാഞ്ച് പോലെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേറ്റൊക്കെ എടുത്തിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെ ചേർക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്തേ പറ. ഒരു ഫ്ലൈ കിസ് കൊടുത്തേ. ശരി.